ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ അവയർനെസ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചിട്ട്. പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ട്രാപ്പുകൾ മനസ്സിലാക്കാതെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പലരും തിരിച്ചറിയുന്നത് അവർ ഇതുപോലെ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയി എന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും ഇതൊരു ഉപകാരപ്രദമാകണം എന്നുള്ള രീതിയിലാണ് ഇതുപോലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത്. ഒന്ന് സ്വന്തമായ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറോ ഏജൻറ്റോ വഴി മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഒരു ഫണ്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ ചില ഫണ്ടുകൾക്ക് കൂടുതലായിരിക്കും, ചില ഫണ്ടുകൾക്ക് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഏജൻസ് നമ്മളെ ചില ഒരു പ്രത്യേക ഫണ്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസോ ഫിനാൻഷ്യൽ ഗോൾസിനോ ഒന്നും മാച്ച് ആവാതെ എന്നാൽ അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചില പർട്ടിക്കുലർ ഫണ്ടുകൾ വളരെയധികം റെക്കമെൻഡ് ചെയ്ത് നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ ശരിയായ രീതിയിലല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിനെ കാണുന്നത്. അവരുടെ പ്രോഫിറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുമായിട്ട് നിങ്ങളെ സമീപിക്കുന്ന ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളെ വളരെയധികം ഒരു പ്രത്യേക ഫണ്ടിന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ട് ഏത് ടൈപ്പ് ഫണ്ടാണെന്നുള്ളത്. അതായത് മ്യൂച്വൽ ഫണ്ട് പൊതുവെ ഓപ്പൺ എൻഡഡ് ഫണ്ട്സും ക്ലോസ് എൻഡഡ് ഫണ്ടുകളും ഉണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ക്ലോസ് എൻഡഡ് ഫണ്ട്സ് അങ്ങനെയല്ല. ക്ലോസ് എൻഡഡ് ഫണ്ട്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. സാധാരണ പുതിയ ഫണ്ടുകളൊക്കെയാണ് അങ്ങനെ വരാറ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പാക്കുക നിങ്ങൾ ലോക്ക് ഇൻ പീരീഡ് ഇല്ല അല്ലെങ്കിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ വഴി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും തിരിച്ചറിയുന്നത് ആ പൈസ ഇനി 3 കൊല്ലം കഴിയാതെയോ അല്ലെങ്കിൽ 2 കൊല്ലം കഴിയാതെയോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ പലരും അങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ ചെന്ന് പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ ആയിട്ട് നിങ്ങൾ സംസാരിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ നമ്മുടെ അടുത്ത് നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട്, നമുക്ക് ഏകദേശം എത്ര വർഷത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു നല്ല ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും ചോദിച്ചറിയാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് ഇത്ര പെർസെൻറ്റേജ് കിട്ടുമെന്നൊരു അഷുറൻസ് മാത്രം തന്നുകൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അയാൾ ഒരുപക്ഷെ അയാളുടെ പ്രോഫിറ്റിന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അയാളുടെ ലക്ഷ്യം ഒരിക്കലും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഗോളോ അല്ല അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിൻ്റെ അടുത്ത് നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രം സംസാരിക്കുക. അവരൊരിക്കലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിച്ചിട്ടായിരിക്കില്ല നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏജൻസിൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയോ കയ്യിൽ നിന്ന് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അത് വ്യക്തമായി അന്വേഷിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. തീം ബേസ്ഡ് അല്ലെങ്കിൽ സെക്ടർ ബേസ്ഡ് ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഏജൻസോ ഡിസ്ട്രിബ്യൂട്ടറോ നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ വഞ്ചിതരാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോമൊബൈലിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഫണ്ടുകളോ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു വരുന്ന ഫണ്ടുകളാണെങ്കിൽ ആ ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന എന്ത് ലോസും അല്ലെങ്കിൽ ആ ഒരു സെക്ടറിന് സംഭവിക്കാവുന്ന ഏതെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെയും ബാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളെ വളരെയധികം ഇതുപോലുള്ള ഒരു ഫണ്ട് എടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം അങ്ങനെയുള്ള ഒരു ഫണ്ടിൽ ജോയിൻ ചെയ്യാനായിട്ട്.
മ്യൂച്വൽ ഫണ്ടിൽ പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ സാധാരണ നമുക്ക് പറഞ്ഞു തരുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമാണ്, നമുക്ക് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടും എന്ന് മാത്രമായിരിക്കും പലരും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതിനകത്തൊരു റിസ്ക് അസോസിയേറ്റഡ് ആണെന്നും അതുപോലെ തന്നെ ആ റിസ്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാതെയാണ് നിങ്ങളെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു ഫണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കുക. നമ്മൾ ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മളൊരു ബാങ്ക് FD ഇടുന്ന പോലെയോ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഇടുന്ന പോലെയോ ആയിട്ടുള്ള ഒരു ഷുവർ റിട്ടേൺസ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിനകത്തു നിന്നുള്ള റിട്ടേൺസ് കിട്ടുന്നത്. ഇപ്പോൾ ലിക്വിഡ് ഫണ്ട്സിൽ മാത്രമൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു ഷുവർ റിട്ടേൺസ് കിട്ടുന്നത്. അല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകൾ, എസ്പെഷ്യലി ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാർക്കറ്റ് പെർഫോമൻസിനനുസരിച്ച് മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെയൊന്നും ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആർക്കും തരാനായിട്ട് പറ്റില്ല. പിന്നെ ഫോൾസ് പ്രോമിസ് തന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഏകദേശം 20-25% ഒക്കെ ഷുവർ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏജൻസിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം അതൊന്നും ജെന്യുവനായിട്ട് നടക്കാൻ സാധ്യതയില്ല. അതൊക്കെ മോസ്റ്റ്ലി ഒരു ഫോൾസ് പ്രോമിസ് നിങ്ങൾക്ക് തന്നുകൊണ്ട് അവരവരുടെ കമ്മീഷൻ ഏൺ ചെയ്യാനായിട്ട് മാത്രമായിരിക്കും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള പ്ലാൻസിൽ ജോയിൻ ചെയ്തിട്ട് വഞ്ചിതരാവാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ വളരെ കോമൺ ആയിട്ട് ആളുകൾ ട്രാപ്പിൽ പെടുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നത്? അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏജൻറ്റോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ പ്രോപ്പറായിട്ട് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഏജൻറ്റുമായിട്ട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഫണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിയുക. അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള മറ്റാളുകളുമായിട്ടൊന്ന് നിങ്ങളതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ട്രാപ്പുകളിലാണ് പലരും പെട്ടുകണ്ടിരിക്കുന്നത്. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷുവർ റിട്ടേൺസ് അല്ല. അതിനകത്തുള്ള റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരെ, അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.